ഇടുക്കി കുമളി ചെക്ക് പോസ്റ്റിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി. ഓഫീസ് സമുച്ചയത്തിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം വിജിലൻസ് പിടിച്ചെടുത്തു. എക്സൈസ്, ലൈവ് സ്റ്റോക്ക്, മോട്ടോർ വാഹന വകുപ്പ്, GST എൻഫോഴ്സ്മെന്റ് എന്നീ വകുപ്പുകളുടെ കുമളി ചെക്ക് പോസ്റ്റിലെ ഓഫീസ് സമുച്ചയത്തിലാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനത്തിൽ അയ്യപ്പ ഭക്തരുടെ വേഷത്തിലുണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ 1000 രൂപ കൈക്കൂലിയായി വാങ്ങി. തുടർന്ന് കൂടുതൽ വിജിലൻസ് സംഘമെത്തി ഓഫീസ് സമുച്ചയം അരിച്ചുപെറുക്കി പരിശോധന നടത്തി. ഉപേക്ഷിച്ച നിലയിലായിരുന്ന പ്രിന്ററിന്റെ ഉള്ളിലും കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒളിപ്പിച്ചിരുന്ന 8000-ത്തിലധികം രൂപ വിജിലൻസ് കണ്ടെടുത്തു. ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു വാഹനത്തിൽ ഞങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥനെ ഞങ്ങൾ രക്ഷപ്രശ്നായിട്ട് വിട്ടിരുന്നു. അപ്പോൾ ആ ആളുടെ കയ്യിൽ നിന്നും ഒരു 1000 രൂപ കൈക്കൂലിയായിട്ട് വാങ്ങി. അതിന് 100 രൂപ തിരിച്ചു കൊടുത്ത് ചായക്ക് പൈസ വേണം പറയുമ്പോൾ 100 രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 900 രൂപ നമ്മൾ മാർക്ക് ചെയ്ത നോട്ട് അവർ വാങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് വണ്ടിയിൽ നിന്ന് ടാക്സ് പിരിക്കേണ്ട ആവശ്യമില്ല. അവർ കർണാടക, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ വണ്ടികളിൽ നിന്ന് മാത്രമേ ഇവിടെ ടാക്സ് പിരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ 10860 രൂപ ആണ് ഇവിടെ ടാക്സ് വരുമെങ്കിലും അതിൽ കൂടുതലായിട്ടുള്ള തുക ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ലോഡ്ജിലും പരിശോധന നടത്തി. പിടിച്ചെടുത്ത പണം ആരുടേതാണെന്ന് വ്യക്തമായിട്ടില്ല. ഓൺലൈൻ പെർമിറ്റ് എടുത്തു വരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളിൽ നിന്ന് വാങ്ങിയ പണമാണ് കണ്ടെത്തിയതെന്നാണ് വിജിലൻസ് സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിലും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം വിജിലൻസ് സംഘം പിടികൂടിയിരുന്നു. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഇടുക്കി DYSP ഷാജു ജോസ്, ഇൻസ്പെക്ടർ ഫിലിപ്പ് സാം, SI-മാരായ പ്രമോദ് T, R ഡാനിയൽ, സ്ക്വാഡംഗങ്ങളായ ബേസിൽ P ഐസക്, അഭിലാഷ് KR, അരുൺ രാമകൃഷ്ണൻ, അജയ് ഘോഷ്, MS രാജീവ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.